എല്ലാവരെയും അലട്ടുന്ന ഒരു ജീവിതശൈലി രോഗമാണ് രക്തസമ്മർദ്ദം. ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസറായ ഡോക്ടർ ഡാനിഷ് ആണ്. നമസ്കാരം സർ. രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാ വ്യക്തികൾക്കും രക്തസമ്മർദ്ദം, അവരുടെ ശരീരത്തിൽ ഒരു രക്തസമ്മർദ്ദം ഉണ്ടായിരിക്കുന്നതാണ്. അതായത് നമ്മളുടെ ഹൃദയം ഇടിക്കുമ്പോൾ എത്ര പ്രഷറിലാണോ അത് പമ്പ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ നോർമൽ BP 120/80 ആണല്ലോ. എന്താണ് ഈ 120/80 കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 120/80 എന്നുള്ള രീതിക്കാണ് നോർമൽ ബ്ലഡ് പ്രഷർ എന്നെല്ലാവരും പറയുന്നത്. അതായത് മുകളിൽ നമുക്കൊരു ബ്ലഡ് പ്രഷർ കാണാം 120, താഴെ 80. എന്താണ് ഈ 120ഉം 80ഉം? 120 എന്ന് പറഞ്ഞാൽ സിസ്റ്റളിക് ബ്ലഡ് പ്രഷർ എന്നാണ് പറയുന്നത്. 80 എന്ന് താഴെ ഇരിക്കുന്നതിന് ഡയസ്റ്റളിക് ബ്ലഡ് പ്രഷർ. അതാണ് ഡോക്ടർ സാധാരണയായി ഒരു ബ്ലഡ് പ്രഷർ എഴുതുമ്പോൾ നമ്മൾ 120/80 എന്ന് പറഞ്ഞെഴുതുന്നത്. ഈ സിസ്റ്റളിക് ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ലെഫ്റ്റ് വെൻട്രിക്കിൾ, അതായത് ശുദ്ധരക്തം സ്റ്റോർ ചെയ്യുന്ന ഒരു അറയാണ്. അത് പമ്പ് ചെയ്ത് ശുദ്ധരക്ത വാഹിനിയുണ്ട്, അതായത് അയോർട്ട എന്ന് പറയുന്ന രക്തക്കുഴൽ വഴി ഈ ബ്ലഡ് മുഴുവൻ ശരീരത്തിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ എത്ര പ്രഷറിലാണോ നമ്മളുടെ ഈ ലെഫ്റ്റ് വെൻട്രിക്കിൾ പമ്പ് ചെയ്യുന്നത്, ആ പ്രഷറിനെയാണ് നമ്മൾ മുകളിൽ എഴുതിയിരിക്കുന്ന സിസ്റ്റളിക് BP എന്ന് പറയുന്നത്. ഇനി ഡയസ്റ്റളിക് BP എന്ന് പറഞ്ഞാൽ ഈ രക്തക്കുഴലുകൾക്ക്, എല്ലാ ശുദ്ധരക്തക്കുഴലുകൾക്കും ഒരു പ്രതിരോധമുണ്ട്. അതിനെ നമ്മൾ പെരിഫറൽ വാസ്കുലർ റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ആ പ്രതിരോധത്തിൻ്റെ ഒരു അളവാണ് ഡയസ്റ്റളിക് ബ്ലഡ് പ്രഷർ. അപ്പോൾ ഒരാൾക്ക് നോർമൽ ബ്ലഡ് പ്രഷർ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം നല്ല രീതിയിൽ പമ്പ് ചെയ്യുമ്പോൾ 120/80 എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ബ്ലഡ് പ്രഷർ എല്ലാ കാലവും നിലനിൽക്കും. ഹൈപ്പർ ടെൻഷനാണ് എന്ന് കേൾക്കാറുണ്ട്. എന്താണ് ഈ ഹൈപ്പർ ടെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എപ്പോഴാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ ആണ് എന്ന് പറയാറ്? ഹൈപ്പർ ടെൻഷൻ ഏത് സാഹചര്യത്തിലാണ് ഉണ്ടാവുന്നത്? പ്രഷറിൻ്റെ അസുഖം, ഹൈപ്പർ ടെൻഷൻ. അപ്പോൾ എന്താണ് ഈ ഹൈപ്പർ ടെൻഷൻ? ഈ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരാൾക്ക് 140 അല്ലെങ്കിൽ 90, സിസ്റ്റളിക് BP 140 മുകളിലും ഡയസ്റ്റളിക് BP 90 മുകളിലും ആണെങ്കിൽ നമ്മളതിനെ ഹൈപ്പർ ടെൻഷൻ എന്ന് നമുക്ക് പറയാം. ഒരു വ്യക്തിക്ക് പല സാഹചര്യങ്ങളിൽ പല രീതിയിലുള്ള BP ആയിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്. ഇതൊന്ന് വിശദീകരിക്കാമോ? നമ്മൾ 140/90 ഒറ്റ തവണ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പർ ടെൻഷൻ നമുക്ക് ലേബിൾ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരു വ്യക്തിക്ക് പല സാഹചര്യങ്ങളായിരിക്കും അദ്ദേഹത്തിന് BP നോക്കുന്നത്. യഥാർത്ഥത്തിൽ 2 ഒക്കേഷൻസ്, 1 മുതൽ 4 ആഴ്ചകളുടെ കാലയളവിൻ്റെ വ്യത്യാസത്തിൽ ഒരു ഐഡിയൽ രീതിയിൽ ബ്ലഡ് പ്രഷർ നോക്കി അത് 140 മുകളിലും അല്ലെങ്കിൽ ഡയസ്റ്റളിക് BP 90 മുകളിലും ആണെങ്കിൽ നമ്മളതിനെ ഹൈപ്പർ ടെൻഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരാൾ BP നോക്കാനെത്തിയാൽ BP നോക്കുന്നതിന് മുമ്പായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രഷർ നോക്കുന്നതിന് മുമ്പ് തന്നെ അവരെപ്പോഴാണ്, നൈറ്റിലാണോ മരുന്ന് കഴിക്കുന്നത് അല്ലെങ്കിൽ രാവിലെയാണോ, അവരുടെ മരുന്ന് കൃത്യമായിട്ട് അവർ കഴിച്ചിട്ടുണ്ടാവണം. അതെല്ലാം ആദ്യമായിട്ട് പോവുകയാണെങ്കിൽ പോലും അവർ രാവിലെ പോകുമ്പോൾ ചായ, കാപ്പി ഇതൊരു 1 അവറിന് മുമ്പ് കഴിക്കുന്ന, അതിനേക്കാളും മുമ്പ് കഴിച്ചിരിക്കണം. അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് വേണം എന്തായാലും, ഒരു 1 അവർ അല്ലെങ്കിൽ 2 അവർ. അടുത്ത കാര്യം, മൂത്രം എന്തായാലും ഒഴിച്ച് നമ്മളെ ബ്ലാഡർ എംപ്റ്റി ആയിരിക്കണം. ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ സ്റ്റൂളാണ് എന്നുണ്ടെങ്കിൽ സ്റ്റൂളിൽ വെച്ച് BP നോക്കുമ്പോൾ ചിലപ്പോഴും BP കൂടുതലായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടും. അതുകൊണ്ട് ഇപ്പം നമ്മളിരിക്കുന്ന പോലത്തെ ഒരു കസേല, ബാക്ക് റെസ്റ്റ് ഉള്ള ഒരു ചെയറിൽ ഇരുന്നിട്ട് വേണം നമ്മൾ പ്രഷർ എന്തായാലും നോക്കാനായിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, കാല് രണ്ടും ഇങ്ങനെ ക്രോസ് ചെയ്തിടാൻ ഒരിക്കലും പാടില്ല. കാല് വളരെ സോഫ്റ്റായിട്ട് ഫ്ലാറ്റ് ഫൂട്ടിലിങ്ങനെ അമർത്തി വെച്ച് സാധാരണ റിലാക്സ് ചെയ്തിട്ട് വേണം നമ്മൾ BP നോക്കാൻ. പിന്നെ വളരെ ടൈറ്റായിട്ടുള്ള ഡ്രസ്സാണ് ഇവിടെ ഇട്ടിട്ടുള്ളതെങ്കിൽ നമ്മൾ ആ കാഫ് കെട്ടുമ്പോൾ ടൈറ്റ് ആയിട്ട് ആയി കഴിഞ്ഞാലും BPക്ക് തെറ്റായിട്ട് റെക്കോർഡിങ് വരാം. ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൈയും ഹൃദയവും ഒരേ ലെവലിലായിരിക്കണം ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ടത്. BP ഹൈ ആണ് എന്ന് കണ്ടെത്തിയാൽ എങ്ങനെയാണ് അയാളുടെ ചികിത്സാ രീതികൾ, അയാളുടെ ഭക്ഷണക്രമം, പരിശോധനാക്രമം ഒക്കെ എങ്ങനെയായിരിക്കണം? പ്രഷർ നോക്കുമ്പോൾ ധൃതിയിൽ പോയിട്ട് നമ്മളൊരു ആങ്സൈറ്റി, നമ്മളിപ്പോൾ പെട്ടെന്ന് ടെൻഷനും വെപ്രാളമായി, ആ സമയത്തൊക്കെ നമ്മൾ BP നോക്കിക്കഴിഞ്ഞാൽ ഏതൊരാൾക്കും BP അത് നോർമൽ ബോഡിയുടെ റെസ്പോൺസാണ് BP കൂടുക എന്നുള്ളത്. അത് വളരെ റിലാക്സ് ചെയ്തൊരു സമയത്ത് വേണം നമ്മൾ ബ്ലഡ് പ്രഷർ എപ്പോഴും ചെക്ക് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ഒരു രോഗിക്ക് പ്രഷർ കണ്ടുപിടിച്ചു, അപ്പോൾ
ചുമ്മാ മരുന്ന് കഴിച്ചാൽ മതിയോ, അതല്ല വല്ല പരിശോധനകളും ചെയ്യണമെന്ന് എന്തെങ്കിലും നമുക്ക് സംശയങ്ങൾ വന്നേക്കാം. അങ്ങനെ ആയിരിക്കുമ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് നമ്മൾ ഈ പ്രഷറിൻ്റെ അസുഖം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ നിങ്ങളെ പരിശോധിച്ചതിന് ശേഷം കുറച്ച് പരിശോധനകൾ പറയും. അതല്ലാതെ എല്ലാവരും ചെയ്തിരിക്കേണ്ട കുറച്ച് പരിശോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റുട്ടീൻ ഹീമോഗ്രാം എന്ന് പറയുന്ന പരിശോധനയുണ്ട്. ബ്ലഡ് ഷുഗർ എന്തായാലും നോക്കിയിരിക്കണം. കാരണം ഷുഗറും പ്രഷറും ഒന്നിച്ച് വരുന്ന രോഗിക്ക് മരുന്ന് തന്നെ വ്യത്യാസമായിട്ടാണ് കൊടുക്കുക. അതേപോലെ കിഡ്നിയുടെ പ്രവർത്തനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിയാറ്റിനും പൊട്ടാസ്യം. മൂത്രത്തിൻ്റെ പരിശോധന, അത് മൂത്രം പരിശോധിച്ച് കഴിഞ്ഞാലാണ് ചിലപ്പോൾ അതിൽ വല്ല തകരാറുകളും കണ്ടു കഴിഞ്ഞാൽ കിഡ്നിയുടെ അസുഖമാണോ, അതേപോലെ മൂത്രത്തിലൂടെ പ്രോട്ടീൻ പോകുന്ന അസുഖം, അപ്പോൾ അതിന് മൂത്രത്തിനുള്ള ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ ഇങ്ങനത്തെ പരിശോധനകൾ ചെയ്യണം. അടുത്തത് ഇ സി ജി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഹൃദയത്തിൻ്റെ പ്രവർത്തനം കൂടുതലായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ഇ സി ജി എടുത്താൽ ഹാർട്ടിൻ്റെ ഭിത്തി കട്ടി കൂടുതലുണ്ടോ എന്നൊക്കെ അറിയാൻ ഒരു ഇ സി ജി മസ്റ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ പരിശോധനകൾ നമ്മൾ വർഷാവർഷങ്ങളിൽ നമുക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം റിപ്പീറ്റ് ചെയ്തൊക്കെ നോക്കാവുന്നതാണ്. നമ്മളൊരു പ്രഷർ കണ്ടുപിടിച്ചാൽ ചിലപ്പോൾ വേറെ കാരണങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ അതുകൊണ്ടും നമുക്ക് വരാം. അപ്പോൾ തൈറോയിഡിൻ്റെ അസുഖം അല്ലെങ്കിൽ നമുക്ക് ഷുഗർ ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ കിഡ്നിയുടെ അസുഖം കൊണ്ട് തന്നെ ബ്ലഡ് പ്രഷർ കൂടിയേക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ അയോർട്ട, അതിനെ ബാധിക്കുന്ന അസുഖങ്ങൾ, ഇതൊക്കെ. അപ്പോൾ ഇതിനൊക്കെ കൂടുതൽ പരിശോധനകളും ആവശ്യമായിട്ടുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ ഹൈപ്പർ ടെൻഷന് ചികിത്സ, ആർക്കൊക്കെ ചികിത്സ വേണം. അപ്പോൾ ഉടനെ പ്രഷർ കണ്ടുപിടിച്ച് ഉടനെ തന്നെ നമുക്ക് ചികിത്സ വേണ്ടത് ഈ ഹൈപ്പർ ടെൻസീവ് എമർജൻസീസ്, അർജൻസീസ്. അല്ലാതെ നമ്മൾ 140/90 ഉള്ളൂ BP, അവർക്ക് കുറച്ച് കാലം വേണമെങ്കിൽ നമ്മളുടെ ഡയറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഡയറ്ററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. അതായത് ഡയറ്ററി അഡ്വൈസസ് സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഹെഡിങ് തന്നെ വെച്ചിട്ടാണ് ഇപ്പം ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കുന്നത്. അതേപോലെ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക, എക്സസൈസ് ഡെയിലി നമുക്കൊരു 25 മിനിറ്റ്സ് അറ്റ്ലീസ്റ്റ് ഒരു വീക്കിൽ ഒരു 5 ദിവസം എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റോളിക് BP-യും ഡയസ്റ്റോളിക് BP-യും ഗണ്യമായിട്ട് കുറയും. പിന്നെ ആൽക്കഹോളിൻ്റെ അളവ് ഒഴിവാക്കുക, സ്മോക്കിംഗ് ഒഴിവാക്കുക. ഇതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ചിലപ്പോൾ കൊളസ്ട്രോളൊക്കെ കമ്മിയാവുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി മരുന്നൊന്നും കഴിക്കാതെ തന്നെ ബ്ലഡ് പ്രഷർ കൺട്രോളിൽ കിട്ടും. ഹൈപ്പർ ടെൻഷൻ നമ്മൾ കണ്ടുപിടിച്ചാൽ ഇത് എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ, അതായത് ഒരു പ്രഷറിൻ്റെ അസുഖം തന്നെയാണോ അതല്ല വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ഇദ്ദേഹത്തിന് പ്രഷർ ഉണ്ടായിട്ടുള്ളതെന്ന് നമ്മൾ നോക്കേണ്ടതാണ്. ഇത് റിയൽ ആയിട്ടുള്ള ഒരു കുടുംബപരമായിട്ട് പ്രഷർ ചില ആൾക്കാർക്ക് വരാം. അതല്ലാതെ വേറെ കാരണങ്ങൾ, അതായത് കിഡ്നിയുടെ അസുഖം കൊണ്ടോ ഹാർട്ടിൻ്റെ അസുഖം കൊണ്ടോ വേറെ ഹോർമോൺ തകരാറ് കൊണ്ടൊക്കെ നമുക്ക് പ്രഷർ കൂടി കാണാറുണ്ട്. ഹൈപ്പർ ടെൻഷൻ അർജൻസീസ്, ഹൈപ്പർ ടെൻഷൻ എമർജൻസീസ്, ഈ രണ്ടും എന്താണ്? ഒന്ന് വിശദീകരിക്കാമോ? ചില സന്ദർഭങ്ങളിൽ ഒറ്റയടിക്ക് തന്നെ നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് പറയേണ്ട ഘട്ടങ്ങളും വന്നേക്കാം. അതായത് അതിന് നമ്മൾ ഹൈപ്പർ ടെൻസീവ് അർജൻസീസ് അല്ലെങ്കിൽ എമർജൻസീസ് എന്ന് പറയുന്ന 2 ഗ്രൂപ്പുകളുണ്ട്. അതിൽ നമുക്ക് ഇങ്ങനെ 2-3 തവണയും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അത് ഡോക്ടേഴ്സിന് അപ്പോഴും തന്നെ ഇത് ഒരു സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ്റെ അസുഖമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. മരുന്ന് കഴിക്കാതിരിക്കുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്കുക. 190-100 പ്രഷറുള്ള ഒരാൾ മരുന്ന് കഴിക്കാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അയാൾക്ക് പ്രശ്നം സംഭവിക്കുക? അദ്ദേഹത്തിൻ്റെ ഹൃദയം ഇടിക്കുന്നത് സാധാരണ ഇടിക്കേണ്ടത് 120-80. ഈ ഹൃദയം 190-100 ഇടിക്കുക എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ ഭിത്തി, അവിടുത്തെ മസിൽസൊക്കെ അത്രയും പ്രഷർ കൊടുക്കണം. അതോടുകൂടി ഭിത്തിക്ക് എന്ത് വരുന്നു? കട്ടി കൂടുന്നു. അപ്പോൾ ഈ പ്രഷറാണ് എല്ലാ രക്തക്കുഴലിലേക്കും ഈ പ്രഷർ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. ബ്രെയിനിന് എന്ത് കിട്ടുന്നു? 120-80 കിട്ടേണ്ട പ്രഷർ 190-100 അദ്ദേഹത്തിന് ബുദ്ധിമുട്ട്. കിഡ്നിക്ക് വരുന്നു. എല്ലാ അവയവങ്ങൾക്കും ഈ പ്രഷറിലാണ്. അപ്പോൾ ഒരു പരിധി വരെ ഈ അവയവങ്ങളൊക്കെ ഈ 190-100 ഇടിച്ചാലും അവരെന്ത് ചെയ്യും? അവർ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. കാരണം അവർക്കൊരു പ്രത്യേക, അവരുടെ അവയവങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അതിൻ്റെ പേരാണ് ഓട്ടോ റെഗുലേഷൻ. അങ്ങനെ പറഞ്ഞ് അവർ 190-100 നിങ്ങളിടിച്ചാലും ഞങ്ങളുടെ ആവശ്യത്തിനുള്ള പ്രഷറിലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ആ ബ്ലഡിന് റിസീവ് ചെയ്യുള്ളൂ എന്നാണ് ബ്രെയിനും കിഡ്നിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് 190-100 ആൾക്കും പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും നമുക്ക് കാണണമെന്നില്ല. പക്ഷേ ഒരിക്കൽ ഇവർ പണിമുടക്കും. ആ പണി മുടക്കുന്നതിനാണ് നമ്മൾ ഹൈപ്പർ ടെൻസീവ് എമർജൻസീസ് എന്ന് പറയുന്നത്. ബ്രെയിനിലേക്ക് ഈ പ്രഷർ അതേപോലെ റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പർ ടെൻസീവ് എൻകെഫലോപ്പതി. ആ സമയത്താണ് രോഗിക്ക് ശക്തമായ തലവേദന, ബോധത്തിന് തകരാറ്, തലയ്ക്ക് പെരുപ്പ്, കണ്ണിലേക്ക് ഇരുട്ട് കയറുന്നു, അപസ്മാരം, ഇതൊക്കെ ഉണ്ടായിട്ട് ഹോസ്പിറ്റലിലോട്ടേക്ക് കൊണ്ടുവരും. ഇതിന് നമ്മൾ ചികിത്സിക്കുക ഇഞ്ചക്ഷൻ ആയിട്ടുള്ള പ്രഷറിൻ്റെ മരുന്നുകൾ കൊടുത്തിട്ടാണ്. ഇതേപോലെ കിഡ്നിക്കും ഇതേപോലെ വരാം. പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ BP 250-100 അല്ലെങ്കിൽ 110 കിഡ്നിക്ക് ഡാമേജ്, ക്രിയാറ്റിനും കൂടിയിരിക്കുന്നു.
ചിലപ്പോൾ ഹാർട്ട് അറ്റാക്കിൻ്റെ കൂടത്തിൽ അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലാവും. ഇത്രയും ബി പിയിൽ ഇരിക്കുന്ന ഹാർട്ട് ഇടിച്ച് ഹാർട്ടിന് പിന്നീട് ഇടിക്കാൻ പറ്റാതെ വരും. അതിന് നമ്മൾ ഹൈപ്പർടെൻസീവ് ഹാർട്ട് ഫെയിലർ. അപ്പോൾ ഇങ്ങനെയൊക്കെ കോംപ്ലിക്കേഷൻസ് നമ്മൾ ഈ മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കാം. അതിന് ഏറ്റവും കോമൺ ആയിട്ട് വരെ ഇതിനേക്കാളും തലച്ചോറിൽ ചെറിയ രക്തക്കുഴലുണ്ടാവും. അതിനൊന്നും ഇത്രയും പ്രഷർ താങ്ങാൻ പറ്റില്ല, അവരപ്പോൾ പൊട്ടിപ്പോവും. അങ്ങനെയാണ് തലച്ചോറിൽ ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട്. അപ്പോൾ ചില ആൾക്കാർ പറയും മരുന്ന് ഞാൻ കഴിക്കുന്നുണ്ടല്ലോ എന്നിട്ട് എനിക്ക് തലച്ചോറിൽ ബ്ലീഡിങ് വന്നു. അതെന്ന് വെച്ചാൽ അവർ കഴിക്കുന്ന മരുന്ന് ഒന്നുകിൽ ഫലം കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ മരുന്ന് 12 മണിക്കൂറൊക്കെ ആക്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ കൃത്യമായ മരുന്ന് കഴിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാം, അപ്പോൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ ഹായ് എന്ന് പറഞ്ഞ് കഴിച്ചാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ 120/80 അത് ഒരു ദിവസം ഇടിച്ചാൽ പോരാ. ഇപ്പോൾ ഇന്നലെ എനിക്ക് പ്രഷറിനൊക്കെ മരുന്ന് കഴിച്ചു, നല്ല നോർമലായി 130/80. അപ്പോൾ ആളുടെ ധാരണ നോർമലായില്ല, ഇനി കഴിച്ചാൽ വീണ്ടും കുറഞ്ഞ് ബി പി ഇല്ലാതെ ഇപ്പോൾ. അങ്ങനെ ഒരിക്കലും വരില്ല. ഓരോ ദിവസം കഴിച്ച മരുന്നും 24 മണിക്കൂർ ആക്ട് ചെയ്യുള്ളൂ. ആ മരുന്നിൻ്റെ ആക്ഷൻ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ എന്താവും, പഴയ പോലെയാവും. അപ്പോൾ ആളുകൾ എപ്പോഴും വന്ന് കാണിക്കുമ്പോൾ എന്താ ചോദിക്കും, ഇനി മരുന്ന് തുടരണോ ഡോക്ടറെ, തുടരണോ? അപ്പോൾ ഒറ്റ കാര്യം ഞാൻ പറയാറ്, നമുക്ക് കണ്ണട വെച്ചിട്ടാണ് നമ്മൾ കണ്ണൊക്കെ കാണുന്നത്. അപ്പോൾ കണ്ണൊക്കെ കണ്ട് ഇനി നമുക്ക് കണ്ണ് ഒഴിവാക്കിയാലോ? പറ്റില്ല, അത് വെച്ചാൽ മാത്രമേ കാണുള്ളൂ. അതുപോലെ ഈ മരുന്ന് നമുക്ക് കഴിച്ചാൽ നമ്മളുടെ പ്രഷർ നോർമലായിട്ടിരിക്കും. പിന്നെ ഡോക്ടറെ കാണിച്ച് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ നമുക്ക് ബി പിയുടെ മരുന്നൊക്കെ നമുക്ക് ഒഴിവാക്കി കൊടുക്കാനൊക്കെ പറ്റാറുണ്ട്. അപ്പോൾ അത് ഡോക്ടർ നിർദ്ദേശപ്രകാരമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതൊരു വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകാം. ഈ ഹൈപ്പർ ടെൻഷൻ്റെ മരുന്ന് നമ്മൾ കഴിക്കുമ്പോൾ 24 മണിക്കൂർ ആക്ട് ചെയ്യുന്ന മരുന്നുകൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു നേരം കഴിച്ചാൽ മതി. അപ്പോൾ ഈ നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കെ നമ്മൾ വൈകുന്നേരമൊക്കെ ബി പി നോക്കുമ്പോൾ ഇപ്പോൾ 1-2 വർഷമൊക്കെ നമ്മളൊരു മരുന്ന് തന്നെ നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റും. ചിലപ്പോഴത് കൂടുതൽ നമുക്ക് വർഷങ്ങളും നമുക്കിങ്ങനെ പോകാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ ബി പി, ഞാൻ പറഞ്ഞല്ലോ, പെരിഫറൽ വാസ്കുലർ റെസിസ്റ്റൻസോ കൂടും, പിന്നെ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ വരിക, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളെ ബി പി വീണ്ടും കൂടാം. അങ്ങനെ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ബി പി, നമുക്കൊരു ടാർജറ്റ് ബി പി ഉണ്ട്. അതായത് ഒരാൾക്ക് മരുന്ന് കഴിച്ചാൽ എത്രയായിരിക്കണം അദ്ദേഹത്തിൻ്റെ ബി പി കൺട്രോൾ. അത് ഐഡിയലി ഒരു ചെറുപ്പക്കാരുള്ള ആൾക്ക് 130/80 താഴെ ഇരിക്കണം. ഇപ്പോൾ ഷുഗറൊക്കെ ഉള്ള ആളാണെങ്കിൽ കുറച്ചും കൂടി താഴ്ത്തില്ല, ഒപ്റ്റിമൽ എന്ന് പറയും, കുറച്ചുകൂടി താഴ്ത്തിയിട്ട് കീപ്പ് ചെയ്താൽ വളരെ നല്ലതാണ്. ഇപ്പോൾ 24 മണിക്കൂറും ഈ ഒരു റേഞ്ചിൽ വേണം നമ്മളുടെ ബ്ലഡ് പ്രഷർ ഉണ്ടാവേണ്ടത്. അടുത്ത ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി പ്രായമുള്ള ആളുകൾ. ഇപ്പോൾ ഒരു 75-80 വയസ്സൊക്കെ ആണെങ്കിൽ അവർക്ക് അത്രമാത്രം താഴേണ്ട കാര്യമില്ല. ഒരു 85 വയസ്സിന് മുകളിലാണെങ്കിലോ അവർക്കൊരു 150-80 താഴെ മാത്രം അവരുടെ ബി പി സെറ്റ് ചെയ്താൽ മതി. അവർക്ക് നമ്മൾ 110-70 ആ റേഞ്ചിലേക്കൊക്കെ അവരുടെ ബി പി താഴുമ്പോൾ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളും, അവർക്ക് എണീറ്റ് നടക്കാനോ ക്ഷീണമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് അത്രയും നമ്മൾ ബി പി കുറയ്ക്കാൻ പാടില്ല. പ്രൊവൈഡഡ് അവർക്ക് വേറെ ഹാർട്ടിനോ ഒന്നും അസുഖം ഇല്ലെങ്കിൽ, വെറും പ്രഷർ മാത്രമാണെങ്കിൽ. ഇപ്പോൾ ഹാർട്ടിനും ബാക്കി അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബി പി കുറച്ചുകൂടി താഴ്ത്തി വെക്കുന്നതാണ് അഭികാമ്യം. പിന്നെ നമ്മൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ ഇപ്പോൾ ഒരു മരുന്നായിരിക്കും ഒരാൾ കഴിക്കുന്നത്, ഇനി അടുത്ത മരുന്ന് തുടങ്ങണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡോക്ടറെ കാണിക്കുമ്പോൾ ബി പി പെർസിസ്റ്റൻ്റ്ലി ഹൈ ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു തവണത്തെ വാല്യൂ ആയിരിക്കില്ല, അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ ബി പി ഒരു 160-90 മുകളിലിരിക്കുന്നു, അല്ലെങ്കിൽ മരുന്ന് കഴിച്ചിട്ടും ഒരു 150-100 മുകളിലിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്തുകൊണ്ട് പ്രഷർ കൂടി, അദ്ദേഹത്തിന് കിഡ്നിക്ക് വല്ല തകരാറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളും കൂടി വന്നിട്ടുണ്ടോ ഈ പ്രഷർ കൂടാനുള്ള കാരണം, അല്ലെങ്കിൽ മരുന്ന് അവർ കൃത്യമായിട്ട് കഴിക്കുന്നില്ല, ഇതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം വേണം അടുത്ത മരുന്ന് ആഡ് ചെയ്യാൻ. അപ്പോൾ ഒന്നുകിൽ നമ്മൾ കഴിക്കുന്ന ഇപ്പോൾ ടെൽമിസാർട്ടൻ ഗ്രൂപ്പ് 40 കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ ഡോസ് കൂട്ടിയിട്ട് 80 ആക്കാം. അതല്ലെങ്കിൽ അവർക്ക് വേറൊരു ഗ്രൂപ്പ് ഓഫ് മരുന്ന് ആഡ് ചെയ്യണമെങ്കിൽ അവർക്ക് അടുത്ത ഗ്രൂപ്പ്, അതായത് നമ്മളുടെ ബീറ്റ ബ്ലോക്കർ എന്ന് പറയുന്ന ആ മരുന്നുകളിലുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അറ്റനലോൾ എന്ന് പറയുന്ന മരുന്നുകളുണ്ട്. ആ മരുന്നിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് ഒരു 12 മണിക്കൂർ ആക്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് 24 hour ആക്ഷൻ കിട്ടില്ല. പക്ഷേ അതിൽ ബിസോപ്രലോൾ എന്ന് പറയുന്ന മരുന്നുകൾക്ക് 24 മണിക്കൂർ ആക്ഷൻ ഉണ്ട്. ഉപ്പ് അധികമായാൽ ബി പി അധികമാവും. അങ്ങനെ ആവുമ്പോൾ ബി പി അധികമാവാതിരിക്കാൻ ഉപ്പിന് പകരം നമ്മൾക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുകയും വേണം. എന്ത് ചെയ്യാൻ സാധിക്കും? സാധാരണ ഉപ്പാണ് നമ്മൾ കഴിക്കുന്നത്. ഇപ്പോഴത്തെ പുതിയ പഠനങ്ങൾ പറയുന്നത് പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ ഉപ്പ് എന്ന് പറയുന്ന സംഗതി കൂടി നമുക്ക് പ്രഷറുള്ള ആളുകൾക്ക് പൊട്ടാസ്യം ക്ലോറൈഡ്, ഇന്ദുപ്പ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ സോഡിയം ക്ലോറൈഡിൻ്റെ സാധാരണ ഉപ്പിന് പകരം ഇതും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഉപ്പുകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ ഉപ്പൊക്കെ കഴിച്ചാൽ സോഡിയത്തിൻ്റെ അളവ് നമുക്ക് കുറയുകയും പൊട്ടാസ്യം കുറച്ചുകൂടി വരുമ്പോൾ നമുക്ക് പ്രഷർ കമ്മിയാവാൻ സാധ്യതയുണ്ട്. സാധാരണ പറയാറുണ്ട് പൊണ്ണത്തടിയുള്ളവർക്ക് ബി പി വരും എന്ന്. പൊണ്ണത്തടിയും ബി പിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തടി കുറയ്ക്കുക നല്ലതാണ്. ഇപ്പോൾ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ, കൂർക്കമ്മലി, ഇതൊക്കെയുള്ള ആളുകൾക്ക് പ്രഷർ ഭയങ്കര കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ തന്നെ അവരുടെ ബി പിയും കുറഞ്ഞ് കാണാറുണ്ട്.
അപ്പോൾ കുറേ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് കൊണ്ട് ബി പി ഗണ്യമായിട്ട് കുറയ്ക്കാം. പക്ഷേ അതൊരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും മരുന്നൊക്കെ സ്വന്തമായിട്ട് ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും പാടില്ല. ബി പിക്ക് മരുന്ന് കഴിക്കുന്നവർ ഇന്ന് ധാരാളമാണല്ലോ. ബി പിയുടെ മരുന്ന് കഴിക്കുന്നവർ ഒരു പ്രത്യേക സമയത്ത് കഴിക്കുന്നത് കൊണ്ട് കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുമോ? മരുന്നുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ പലതരം മരുന്നുകൾ നമുക്ക് അവൈലബിൾ ആണ്. സാധാരണയായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുണ്ടാവും ഈ AC ഇൻഹിബിറ്റർ ARB ഗ്രൂപ്പ് എന്നാണ് നമ്മളതിന് പറയുക. ലൊസാർട്ടൻ, ടെൽമിസാർട്ടൻ, എൻലാപ്രൽ ഇങ്ങനത്തെയൊക്കെ മരുന്നുകൾ സാധാരണ കഴിക്കാം. ഈ മരുന്നിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ 24 മണിക്കൂർ ആക്ട് ചെയ്യും. അതായത് ഒരു നേരം കഴിച്ചാൽ മതി. ഇനി നമുക്ക് രാവിലെയാണോ രാത്രിയാണോ കഴിക്കാൻ നല്ലത്? ഐഡിയലി നമ്മൾ നൈറ്റ് ടൈമിൽ നമുക്കൊരു ഒരു ഷിഫ്റ്റ് BP കുറയുന്നൊരവസ്ഥ ഉണ്ടാവണം എല്ലാ ആളുകൾക്കും. പക്ഷേ ചില ആളുകൾക്ക് അങ്ങനെ നൈറ്റിൽ കുറയാത്തൊരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. അപ്പോൾ ഐഡിയലി നമ്മൾ രാത്രിയിൽ മരുന്ന് കഴിച്ചാലുള്ള ഗുണം എന്ന് വെച്ചാൽ നൈറ്റിൽ നമുക്ക് സ്വപ്നം കാണും, നമുക്ക് അങ്ങനത്തെ നമ്മളെ ഹാർട്ട് റേറ്റ് കുറയും, ചിലപ്പോഴും ഹാർട്ടിന് ഇടുപ്പിന് വ്യത്യാസം വരാം. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സ്ട്രോക്കൊക്കെ നമുക്ക് മോർണിംഗ് അവേഴ്സിലാണ് വരിക. അപ്പോൾ നൈറ്റിലെ BP കൺട്രോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് രാത്രി സമയത്ത് നമ്മൾ മരുന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്ക് മോർണിംഗ് നമ്മൾ രാവിലെ 10 മണിക്കായിരിക്കും ചിലപ്പോഴും നമ്മൾ ബ്ലഡ് പ്രഷർ നോർമലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ BP ശരിക്കും ഈവനിങ് അവേഴ്സിൽ വേണം ചെക്ക് ചെയ്ത് നോക്കാം. കാരണം ഈ മരുന്ന് കഴിച്ചത് 24 മണിക്കൂർ ഫലിക്കുന്നുണ്ടോ. ബി പിയുടെ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് കാലിൽ നീര് വന്നു, അങ്ങനെയുള്ള ചില പ്രയാസങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ബി പിയുടെ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് സൈഡ് എഫക്റ്റ് വല്ലതും അധികമായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നമ്മളൊരു മരുന്ന് കഴിച്ചാൽ ഒരിക്കലും അതിൻ്റെ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൽ വളരെ അപൂർവമായിട്ടേ നമുക്ക് കാണാറുള്ളൂ. ഇപ്പോൾ അമ്ലോഡിപ്പിൻ കഴിച്ചാൽ നിരുപദ്രവമായിട്ടുള്ള ഒരു കാലിന് നീര് പല ആളുകൾക്കും കണ്ടിട്ടുണ്ടാവും. കാലിൽ ചെറിയൊരു നീര് വരും. ആ നീര് ഒരു കിഡ്നിയുടെ തകരാറിൻ്റെ ഒന്നും ആയിരിക്കില്ല. അത് ഈ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു നീര് അപൂർവം ആൾക്കാർക്കേ കാണാറുള്ളൂ. അപ്പോൾ 1-2 അതൊരു ബുദ്ധിമുട്ട് തോന്നുന്ന ആൾക്കാർക്ക് ആ മരുന്ന് മാറ്റി വേറെ മരുന്ന് കഴിക്കാം. അതല്ലാതെ ബാക്കി മരുന്നുകൾക്കൊന്നും കാര്യമായ തകരാറുകളില്ല. പിന്നെ വേറൊരു ഗ്രൂപ്പ് പ്രഷറിൻ്റെ അസുഖമുണ്ട്. അതായത് നമ്മൾ കിഡ്നിയുടെ അസുഖം ഉള്ള ആളുകൾക്ക് പ്രഷറിൻ്റെ മരുന്നുകൾക്ക് സാരമായ ഈ പറഞ്ഞ ടെൽമിസാർട്ടൻ ഗ്രൂപ്പ് മരുന്നുകളൊക്കെ നമുക്ക് ഒരു ക്രിയാറ്റിനിൻ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതിക്ക് അത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ പുതുതായിട്ടുള്ള വേറെ മരുന്നുകളാണ് നിർദ്ദേശിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് പ്രഗ്നൻസിയിൽ, അതായത് ഗർഭകാലത്ത് പ്രഷർ ഉണ്ടാകുന്ന വേറൊരു വിഭാഗം ആളുകളുണ്ട്. അവർക്ക് ഇതേ മരുന്നുകളൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതെല്ലാം കൃത്യമായി ഡോക്ടറിനെ കണ്ട് അതിനുള്ള മരുന്നുകൾ നിഫഡിപ്പിൻ, അതേപോലെ ആൽഫ മീഥൈൽ ഡോപ്പ ഇങ്ങനത്തെ ഗ്രൂപ്പ് മരുന്നുകളാണ് ആ ഘട്ടത്തിൽ കൊടുക്കുന്നത്. അത് ഈ മരുന്നുകളായിട്ട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ വീട്ടിൽ വെച്ച് ബി പി നോക്കാവുന്ന അപ്പാരറ്റസ് വിപണിയിൽ ലഭ്യമാണല്ലോ. ഇങ്ങനെ വീട്ടിൽ വെച്ച് ബി പി നോക്കുന്ന രീതി ശരിയാണോ? ചില ആളുകളുടെ ഒരു ഹോബിയാണ് വീട്ടിൽ BP അപ്പാരറ്റസ് വെച്ച് 1.5 മണിക്കൂർ കൂടുമ്പോൾ BP നോക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് BP നമ്മൾ നോക്കേണ്ടത്? അപ്പോൾ അതിന് നമുക്ക് 2 തരത്തിലുള്ള മെഷീൻസ് ഉണ്ട്. നമുക്കൊന്ന് മെർക്കുറി ആയിട്ടുള്ള മെഷീൻസ് ഉണ്ട്, പിന്നെ അത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീൻസ് ഉണ്ട്. അപ്പോൾ ഏത് മെഷീൻസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും നമ്മൾ വീട്ടിലതൊരു ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ചെയ്ത് ശീലമുള്ള ആൾ മാത്രമാണത് നേരത്തെ ഞാൻ പറഞ്ഞ അതേ രീതികളിൽ വേണം നമ്മൾ BP നോക്കാൻ. അപ്പോൾ ഒരു മെർക്കുറി മെഷീനിൽ നമ്മൾ BP നോക്കുമ്പോൾ വളരെ ഒരു എക്സ്പീരിയൻസ്ഡ് ആളാണെങ്കിൽ കൃത്യമായ BP ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓട്ടോമാറ്റിക് മെഷീനും അതേപോലെ തന്നെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ആ മെഷീനിൽ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോഴും നമുക്ക് ഇൻഡിവിജ്വൽ 83 അങ്ങനെയൊക്കെ നമുക്ക് കിട്ടാം. അപ്പോൾ രോഗിക്ക് ബുദ്ധിമുട്ട് ഇല്ലാത്ത രീതി, ഇപ്പോൾ ബുദ്ധിമുട്ടുള്ള ഒരു പ്രഷർ കുറഞ്ഞിരിക്കുന്ന അവസ്ഥ, പെട്ടെന്ന് നമുക്ക് ഒരാൾ മരുന്ന് കഴിച്ച് ഉടനെ തന്നെ തലകറങ്ങി വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ കിടപ്പായി, ആ സമയത്തൊക്കെ നമ്മൾ എന്തായാലും ഒന്ന് BP എടുത്ത് നോക്കാം. കാരണം ചിലപ്പോഴും ചില മരുന്നുകൾക്ക് ഫസ്റ്റ് ഡോസ് ഹൈപ്പോടെൻഷൻ എന്ന് പറഞ്ഞിട്ട് ആ മരുന്ന് കഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ പ്രഷർ കമ്മിയാവുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ വീട്ടിലൊക്കെ ഓട്ടോമാറ്റിക് മെഷീൻസ് ഉണ്ടെങ്കിൽ നമുക്ക് BP നോക്കാം. അത് പലതരത്തിൽ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഈ എല്ലാ മെഷീൻസും ഏകദേശം ഒരു 10-20 മില്ലിമീറ്ററിൻ്റെയൊക്കെ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു സമയത്തുള്ള BP ആയിരിക്കില്ല ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരാൾക്ക്, അത് പല ഘടകങ്ങളെയും ബാധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ മെഷീൻസ് വാങ്ങി വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നമുക്ക് വീട്ടിൽ വെച്ചിട്ട് BP നമുക്ക് മെഷർ ചെയ്ത് നോക്കാവുന്നതാണ്. അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ കയ്യിൽ ഹാൻഡ് കഫ് കെട്ടുന്ന രീതിക്കുള്ളതുണ്ട്. ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആം സ്പാൻ, ഈ കൈയിൻ്റെ ചുറ്റളവിന് 75% വരുന്ന രീതിയിലുള്ള ഒരു കഫായിരിക്കണം അതിൻ്റെ സൈസ്. ഈ കഫ് സൈസിനനുസരിച്ചിട്ട് BPക്ക് വ്യത്യാസം വരാം. ഇപ്പോൾ കഫ് സൈസ് വളരെ ചെറുതാണെങ്കിൽ നമുക്ക് BP കുറവും. കഫ് സൈസ് തടിയുള്ള ഒരാൾക്ക് നമ്മളൊരു ചെറിയ കഫ് വെച്ച് നോക്കിയാൽ വളരെ കൂടുതൽ BP നമുക്ക് കാണും.
അപ്പോൾ അതുകൊണ്ട് കപ്പ് സൈസ് അപ്രോപ്രിയേറ്റ് സൈസ് ആണെങ്കിൽ മാത്രമേ കറക്റ്റ് റെക്കോർഡിങ് നമുക്ക് കിട്ടുള്ളൂ. അതാണ് ഈ മെഷീൻസ് നമ്മൾ വീട്ടിൽ വാങ്ങി വെച്ചിട്ട് നോക്കുമ്പോൾ, ഓട്ടോമാറ്റിക് മെഷീൻസ് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം. ഇന്ന് സർവ്വസാധാരണമായ ഒരു ജീവിതശൈലി രോഗമാണ് ബി പി വരാതിരിക്കാനും വന്നവരിൽ നിയന്ത്രിക്കാനുമുള്ള ഭക്ഷണ രീതികളെക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ? എക്സ്ട്രാ ഉപ്പ് നമ്മൾ കഴിക്കാണ്ടിരിക്കുക. അതായത് അച്ചാർ, ഉണക്കൽ മുള്ളൻ, ഇങ്ങനത്തെയൊക്കെ ഉണക്കിയ ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള ഫിഷ് കിട്ടും. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ പ്രഷർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ സാൾട്ട്, അപ്പോൾ ഒരു സാധാരണ നമ്മൾ പറയാം ഒരു പിഞ്ച് സാൾട്ട്, ഒറ്റ നമ്മൾ വിരലിൻ്റെ ഉള്ളിൽ എത്ര കിട്ടും അത്ര ഉപ്പാണ് പ്രഷർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കേണ്ടത്. അങ്ങനെ പ്രായമുള്ള ആളുകൾ നമ്മൾ ഉപ്പ് കൂടുതലായിട്ട് നിയന്ത്രിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഹൈപ്പോനെട്രീമിയ, സോഡിയം കുറയുന്നൊരവസ്ഥ വരും. അതേപോലെ ഞാൻ പ്രഷറിൻ്റെ ഗ്രൂപ്പ് ഓഫ് മരുന്നിൽ ഒരു പ്രത്യേക മരുന്നുണ്ട്, ഹൈഡ്രോക്ലോറോതൈസൈഡ്സ് അല്ലെങ്കിൽ ഡയോററ്റിക്സ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ്. ആ മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് സോഡിയം എന്തായാലും ശരീരത്തിൽ നിന്ന് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രായമുള്ള ആളുകൾ ഈ ഹൈഡ്രോക്ലോറോതൈസൈഡ്, ഈ നമ്മളുടെ ലൂപ്പ് ഡയോററ്റിക് ആയിട്ടുള്ള ഫ്യൂറോസിമൈഡ്, ടോറോസിമൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് മരുന്നുകളുണ്ട്. അതൊക്കെ ഒരു 65 വയസ്സിന് മുകളിലേക്ക് കഴിച്ചു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഡിയം ഗണ്യമായി കുറയും, അവർ ഉപ്പും നിയന്ത്രിക്കും. ഇങ്ങനെ രണ്ടും കൂടി ആകുമ്പോൾ അവർക്ക് വളരെ സോഡിയം കുറയുക, ഹൈപ്പോനെട്രീമിയ, പെട്ടെന്ന് പിച്ചും പേയും പറയുക, പെട്ടെന്നൊരു പനി വരുമ്പോഴേക്ക് ബോധം പോവുക, ഇങ്ങനത്തെയൊക്കെ പ്രോബ്ലംസ് വരും. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ഗണ്യമായി കുറയ്ക്കില്ല. സാധാരണ രീതിയിൽ കൂടിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിലും യങ്സ്റ്റേഴ്സ് ചെറുപ്പത്തിൽ പ്രഷർ വരുമ്പോൾ ഉപ്പിൻ്റെ അളവ് ഗണ്യമായി കുറയ്ക്കുകയും ചെയ്താൽ പ്രഷർ നന്നായിട്ട് കൺട്രോൾ കിട്ടും. അടുത്തത് നമ്മൾ ഈ ഓയിലി ആൻഡ് ഫാറ്റി ഫുഡ്സ്, ഈ നമ്മൾ അൽഫാം അങ്ങനത്തെ ഉണ്ടാക്കുന്ന കാർബൺ ആയിട്ട് നമ്മളുടെ ഈ ചാർക്കോളൊക്കെ ചെയ്തിട്ടുണ്ടാകുന്ന അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ ബ്ലഡ് പ്രഷർ കൂടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ കൂടുതലായിട്ട് കറി വെച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഓയിലിൻ്റെ അളവ്, എണ്ണ, അതേപോലെ ചീസ്, ബട്ടർ, റെഡ് മീറ്റ്, ഇതിൻ്റെയൊക്കെ അളവ് നന്നായി കുറച്ചാൽ ബ്ലഡ് പ്രഷർ കമ്മിയാവും. പിന്നെ അടുത്തത് പച്ചക്കറി കൂടുതൽ കഴിക്കുക, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എന്തായാലും ഒരു എക്സ്ട്രാ പാർട്ടായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഭക്ഷണത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുകയാണെങ്കിൽ റൈസിൻ്റെ അളവ് കുറച്ചിട്ട് അതിൽ ധാന്യങ്ങൾ കൂട്ടുകയും കുറച്ച് പച്ചക്കറികളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാലറീൻ്റെ ടോട്ടൽ ഇൻടേക്ക് കുറയും. അപ്പോൾ തന്നെ നമുക്ക് ബോഡി മാസ് ഇൻഡെക്സ് കുറയും, പ്രഷർ കുറയാനും സാധിക്കും. ചെറിയ മീനുകൾ നന്നായിട്ട് കഴിക്കാം, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഇങ്ങനത്തെയുള്ള ഫുഡ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാം. തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് മെത്തഡോളജീസ് ഉണ്ട്. അതിലൊരു കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സാധാരണ രാത്രി ഒരു 10 മണിക്കാണ് ഭക്ഷണം കഴിക്കുന്ന ആളെങ്കിൽ മോർണിംഗ് 8 അപ്പോൾ നമ്മൾ ഫുഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ 12 മുതൽ 8 മണിക്കൂറും ഇവിടുന്ന് ഒരു 12 മണിക്കൂർ നമുക്ക് ഫാസ്റ്റിംഗ് കിട്ടും. അതിന് പകരമായിട്ട് നമ്മളൊരു ഈവനിങ് 6 o'clock നമ്മളുടെ നൈറ്റ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി 4 മണിക്കൂർ കൂടി നമുക്ക് ടോട്ടൽ ഫാസ്റ്റിംഗ് അവേഴ്സ് കൂടി കിട്ടും. അങ്ങനെ നമുക്ക് ഫാസ്റ്റിംഗ് അവേഴ്സ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബോഡിക്ക് കൂടുതൽ ഹെൽത്തിയാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ആളുകൾക്കൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ നമ്മൾ രാത്രിയിൽ നമ്മളുടെ ഫുഡ് എടുക്കുന്നത് ഒരു 6 മണി 7 മണി, രാവിലെ എടുക്കുന്നത് 8 മണി 9 മണി, അങ്ങനെ ആഴ്ചയിൽ 2-3 ദിവസം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ബോഡി മാസ് ഇൻഡെക്സ് കുറയ്ക്കാനും വെയിറ്റ് ലോസും നമുക്ക് സാധ്യമാകും. സ്ഥിരമായിട്ടുള്ള വ്യായാമങ്ങൾ, എൻ്റർടൈൻമെൻറ്റ്സ്, ഇതെല്ലാം BP കുറയ്ക്കാൻ സഹായകമാണോ? യോഗ എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ, അതേപോലെ തന്നെ പാട്ട് കേൾക്കുക, ഇതെല്ലാം മാനസിക ഉല്ലാസത്തിനുള്ള രീതികളും കൂടി നമ്മളെ സ്ട്രെസ്ഫുൾ ലൈഫും കൂടി കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹൃദയം വളരെ നല്ല രീതിയിൽ ഇടിക്കുകയും അതേപോലെ നമുക്ക് വളരെ സുഖകരമായിട്ടുള്ള ജീവിതം മുന്നോട്ടുണ്ടാവും. അപ്പോൾ ഒരു ഡോക്ടറെ കാണുക, ഒരു നട്ട്ഷെൽ എന്ന് പറഞ്ഞാൽ പ്രഷർ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഉടനെ സ്വന്തം ചികിത്സ ഒഴിവാക്കുക, കൃത്യമായി ഡോക്ടറെ കാണിക്കുക, കൃത്യമായ രീതിയിൽ മരുന്ന് കഴിക്കുക, പിന്നെ ലൈഫ് സ്റ്റൈൽ കൂടി ചേഞ്ച് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ മാനസിക ഉല്ലാസം കൂടി ആയിക്കഴിഞ്ഞാൽ പ്രഷറിനെ സ്നേഹിക്കുക. പ്രഷറിനെ നമ്മളൊരു ശത്രുവായി കാണാതെ നമ്മളെ ഹാർട്ടാണ്, അത് നന്നായിട്ട് ഇടിച്ചോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ മരുന്ന് കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് നല്ല സുഖകരമായ ജീവിതമായിരിക്കും മുന്നോട്ടേക്ക് ഉണ്ടാകുന്നത്. ഒരു കോംപ്ലിക്കേഷനും ആർക്കും വരില്ല.